വീക്കിലും ഐ വാസ് ഫൈൻഡിങ് എ ന്യൂ സൈഡ് ഓഫ് മീ. ഹായ്, ഒരു ചെറിയ കാര്യം ഇവിടെ പറയണമെന്ന് തോന്നി. ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ തോട്ട്സ് ആണ് നമ്മുടെ ബിഗ്ഗസ്റ്റ് അസറ്റ് എന്നുള്ളത്. അത് വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും അച്ചീവ് ചെയ്യുക. ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ്. നിങ്ങളൊരു ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ ഒരു മൂവി കാണാം, ഒരു യൂട്യൂബ് വീഡിയോ കാണാൻ വിചാരിച്ചു. അതിനുശേഷം നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുകയാണ്, നിങ്ങളുടെ സറൗണ്ടിങ്സായിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങൾ സ്ട്രൈക്ക് ആവും. അതിനുശേഷം പിന്നെ നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ തോട്ട്സ് ആയിരിക്കും. ആ ആക്ഷൻസ് പിന്നെ നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസ് തുറന്നു വരാൻ ചില ചാൻസ് ഉണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു തോട്ടിൻ്റെ പേരിലാണ് ഞാൻ ഏണിക്കോല 21 days ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ വീക്കിലും ഐ വാസ് ഫൈൻഡിങ് എ ന്യൂ സൈഡ് ഓഫ് മീ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, അപ്പോൾ ഇങ്ങനെ കുറേ സക്സസ് സ്റ്റോറീസൊക്കെ നമ്മൾ കേൾക്കും. ആ സക്സസ് ആയവരുടെ പിന്നിൽ അവരെന്തിലൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ടേസ്റ്റ് എനിക്ക് കിട്ടി. അത് ഈ 21 days ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ്. യെസ്, ഐ കംപ്ലീറ്റ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കിലൂടെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ലൈഫിലൂടെ കടന്നു പോകണം. അത് നിങ്ങൾക്ക് തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് വീഡിയോ വിത്ത് മൈ ഫേസ് ഓൺ മൈ ഫീഡ് ഞാൻ സംസാരിക്കുന്നത്. സോ അതിനും താങ്ക്സ് ടു ഏണിക്കോ വിത്ത് യുവർ മോട്ടിവേഷൻ ആണ് ഞാനത് ചെയ്യുന്നത്. ഇതുപോലത്തെ കുറേ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരാൻ ചാൻസ് ഉണ്ട്. ഇൻഷാല്ലാ ഫോളോ മീ. ബൈ.